ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോവുകയാണേ. സേമിയ ഉപ്പുമാവ്. അപ്പോൾ നമ്മൾ ഗ്യാസ് കത്തിച്ചു, ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഞാനൊരു 200 ഗ്രാമിൻ്റെ സേമിയയാണ്. ഇപ്പോൾ പാൻ ചൂടായി കഴിയുമ്പോൾ ഒരു 200 ഗ്രാമിൻ്റെ സേമിയയാണ് നമ്മൾ എടുത്ത് കൊടുക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ സേമിയ ഉപ്പുമാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷുഗറുകാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലൊരു സാധനമാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഏറ്റവും നല്ലൊരു സാധനമാണ്. അപ്പം ഇത് ഞാനൊരു വറുത്ത റവയാണ്, എന്നാലും ഞാൻ ഒന്നും കൂടെ ഒന്ന് ചൂടാക്കുവാണേ. നമ്മൾ ഒന്നുകൂടെ ചൂടാക്കിയില്ലെങ്കിൽ ചിലപ്പോൾ ഇത് കട്ട കിട്ടും, ഉണ്ടാക്കി കഴിയുമ്പം കട്ട കിട്ടും. എനിക്ക് നേരത്തെ ഒരു ശകലം വേറൊരു പാക്കറ്റിൽ മിക്സ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാനത് രണ്ടും കൂടെ തട്ടിയിട്ടിട്ട് ഒന്നുകൂടെ ചൂടാക്കുവാണേ. 2 പാക്കറ്റുള്ളതും ആദ്യത്തെ പാക്കറ്റ് ഡെവണായിരുന്നു. ഡെവണിൻ്റെ നല്ലതാണ് കേട്ടോ, നല്ല വറുത്ത സേമിയാണ് വരുന്നത്. എന്നാലും ഞാനിവിടെ കൊണ്ടുവരുമ്പം ഒന്നും കൂടി അതൊന്ന് വറുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഡെവണിൻ്റെ സേമിയ നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ പിന്നെ രണ്ടാമത് എനിക്കിരിക്കുന്നത് ബാമ്പിനോടെയാണ്, ബാമ്പിനോ വെർമിസെല്ലി ഇരിക്കുന്നത്. അപ്പോൾ അതും കുഴപ്പമില്ല. ഇപ്പോൾ രണ്ടും കൂടെയാണ്. ഇപ്പം ഡെവണിൻ്റെ കുറച്ചേ ഉള്ളായിരുന്നു. അപ്പോൾ ബാമ്പിനോടതും കൂടി ഇട്ടിട്ടാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു രാവിലെ. ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാകട്ടെ. നന്നായിട്ടൊന്ന് ചൂടാകണം, എന്നാലേ ഉള്ളൂ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് കട്ട കെട്ടാതിരിക്കുകയുള്ളൂ. ചൂടായിട്ടില്ല എങ്കിൽ നമുക്കിത് നന്നായിട്ടങ്ങ് കട്ട കെട്ടിപ്പോകും, പിന്നെ അങ്ങ് കുഴഞ്ഞിരിക്കും, വെള്ളമൊക്കെ ഇങ്ങനെ വല്ലാതെയൊക്കെ അങ്ങ് ഇരിക്കും. അപ്പോൾ അതിലും നല്ലത് നമ്മൾ നന്നായിട്ടൊന്ന് ചൂടാക്കി, ശകലം മെനക്കെടണമെന്നല്ലേ ഉള്ളൂ, ചൂടാക്കിയിട്ട് അങ്ങ് ചെയ്ത് കൊടുക്കുക നല്ലത്. ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ പരീക്ഷിക്കുന്നത് നല്ലതാണ്. മിക്കവരുമൊക്കെ വീടുകളിലൊക്കെ ഈ സാധനം പാചകം ചെയ്യുന്നതാണ്. ഇപ്പം നമ്മളെ വീടുകളിൽ ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കൊക്കെ ഷുഗറുകാരൊക്കെ ഉണ്ടെങ്കിലോ ഷുഗറുകാർ ആർക്കുണ്ടെങ്കിലും അവർക്ക് ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. ഈവനിങ്ങിലൊക്കെ നമുക്ക് ചായയോടൊക്കെ ഇത് കഴിക്കാൻ പറ്റും. നല്ലൊരു ഇതാണ്. പ്രത്യേകിച്ചും ഇങ്ങനെ മഴയൊക്കെ ഉള്ളപ്പോഴും ഒക്കെ നല്ലതായിട്ടൊന്ന് ഇങ്ങനെയുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് വേറെ പാത്രത്തിലേക്കൊന്ന് മാറ്റുവാണ്. ഗ്യാസ് ഓഫ് ചെയ്യുവാണ്, വേറെ പാത്രത്തിലോട്ട് മാറ്റുക. ഇനിയിപ്പം വേറൊരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടാകട്ടെ, നന്നായിട്ടൊന്ന് ചൂടാകട്ടെ. അപ്പോൾ ഇതിന് ഞാൻ എന്തൊക്കെ സാധനം എടുത്ത് വെച്ചേക്കെന്ന് ചോദിച്ചാൽ, ക്യാരറ്റ്, ഒരു വലിയൊരു ക്യാരറ്റ് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, പച്ചമുളക്, പിന്നെ ചെറിയ ഉള്ളി, ഒരു 4 ചെറിയ ഉള്ളി അരിഞ്ഞത്, പിന്നെ കറിവേപ്പില. ഇത്രയും സാധനമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ക്യാഷ് നട്ട്സ് ഒക്കെ, കിസ്മിസ് അങ്ങനെയൊക്കെ ഉള്ളത് ഓപ്ഷനിലാണ്. നമുക്ക് നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പം ക്യാരറ്റ് ഒരു നല്ലൊരു മീഡിയം സൈസുള്ളൊരു മുഴുത്ത ക്യാരറ്റ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി, കറിവേപ്പില. അപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുവാണേ. നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യായിരിക്കും നല്ലത്. എൻ്റെ കൈവശം നെയ്യ് ഇല്ലാത്തത് കാരണം ഞാനിപ്പോൾ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കടുക് ഇട്ട് കൊടുക്കുവാണേ. ഇവിടെ കറണ്ട് ഇല്ല, അതാണ് ഇച്ചിരി ഇരുട്ട് തോന്നിക്കുന്നത്. നമുക്ക് ഇന്നലെ രാത്രി 9:30 ആയപ്പം കറണ്ട് പോയതാണ്. ഇപ്പം സമയം 8:15 ഇതുവരെയും കറണ്ട് വന്നിട്ടില്ല. ഞങ്ങളുടെ ഈ ഭാഗത്തൊന്നും കറണ്ടില്ല. മഴ വരുമ്പോഴേ ഞങ്ങൾക്ക് കറണ്ട് പോകും. പിന്നെ ഒന്നെങ്കിൽ ചിലപ്പോഴെങ്ങാനും അവർ നേരത്തെ നന്നാക്കും, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിക്കാർ വരുമ്പോൾ രാവിലെ 10 മണിയൊക്കെ കഴിഞ്ഞിട്ട് അവർ വന്ന് എന്താ പ്രശ്നം എന്നൊക്കെ നോക്കിയിട്ട് നന്നാക്കുകയുള്ളൂ. അപ്പോൾ അതേ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പം ഞാനിതിനകത്തേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് ഞാൻ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ചേർത്തു. അത് കഴിഞ്ഞിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിത്രയും ചേർത്തതിന് ശേഷം ഇതിപ്പോൾ ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ നമ്മുടെ ക്യാരറ്റ് അരിഞ്ഞത് ഒന്ന്
സെറ്റാക്കി കൊടുക്കുക. ക്യാരറ്റ് അരിഞ്ഞത്, ക്യാരറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ ക്യാരറ്റ് ഇവിടെ ഉള്ളത് കൊണ്ട് എടുത്തതേ ഉള്ളൂ. ക്യാരറ്റൊക്കെ ഇട്ടാൽ നമുക്ക് ഒന്നുകൂടെ ഒരു നല്ലൊരു സ്വാദ് ഉണ്ടായിരിക്കും. പിന്നെ 2 തണ്ടയും കറിവേപ്പിലയൊക്കെ കഴുകി വെച്ചിരുന്നതാണ് നേരത്തെ. 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് നല്ല വഴറ്റിയൊക്കെ നല്ലൊരു പകുതി വേറൊരു കളറൊക്കെ മാറി ഉള്ളിയൊക്കെ ഒരു ബ്രൗൺ കളറാകും. ക്യാരറ്റൊക്കെയാണ് നന്നായിട്ടൊന്ന് വെന്ത്, നമുക്കറിയാമല്ലോ ഒരു മീഡിയം സൈസൊക്കെ ഒരു വേവാകുമ്പോൾ നമുക്കറിയാം. നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ക്യാരറ്റൊക്കെ. ഒത്തിരി അങ്ങ് വേവിക്കണ്ട കേട്ടോ. ഒത്തിരി വേവിച്ചാൽ നമുക്ക് ഈ ക്യാരറ്റിനകത്തുള്ള വിറ്റാമിനൊക്കെ നഷ്ടപ്പെടും. ഒരുപാടൊന്നും വേഗം പകുതി ഹാഫ് കുക്ക്, എന്നാൽ ആവശ്യത്തിന് വേവും വേണം. എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഒരു 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് സേമിയയും പിന്നെ എനിക്ക് ഒരു ശകലം മിക്സ് ഇരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാനൊരു 3/4 കപ്പ് വെള്ളമാണ് ഈ ഒരു കപ്പിന് ഒരു 3/4 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് ഇച്ചിരി ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. ഉപ്പുപൊടി പാകത്തിന്, ഉപ്പ് നമ്മൾ കൈ കൊണ്ടിടുന്നതായിരിക്കും നല്ലത്. നമുക്ക് പാകം അറിയണമെങ്കിൽ കൈ കൊണ്ടിടണം. സ്പൂൺ കൊണ്ടിട്ടാൽ ചിലപ്പം കൂടിപ്പോകും. പാകത്തിന് നന്നായിട്ടും തിളക്കട്ടെ. നമ്മുടെ വെർമിസെല്ലി വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ സേമിയ വെർമിസെല്ലി ഇട്ട് കൊടുക്കുവാണേ. ഞാൻ തീ ഒന്ന് കുറച്ച് വെച്ചിട്ടാണ് ഇടുന്നത് കേട്ടോ. വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ഒന്ന് ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തീയപ്പം കൂട്ടി വെച്ചു. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് തേങ്ങ ചേർക്കണം കേട്ടോ. തേങ്ങ ചേർത്താലേ ടേസ്റ്റ് കിട്ടുള്ളൂ. തേങ്ങയും കൂടെ, അതായത് ഞാനൊരു ചെറിയ മുറി തേങ്ങയാണ്, ഒരു ചെറിയ തേങ്ങയുടെ ഒരു ചെറിയ അരമുറി തേങ്ങയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഞാൻ ആദ്യമൊക്കെ ഈ സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ വറുത്ത വെർമിസെല്ലി അല്ലേ എന്നോർത്ത് സേമിയ പാക്കറ്റ് ഞാൻ അത് പിന്നെ വറക്കില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ആദ്യത്തെ കുറച്ച് പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ കുഴഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞാനിത് പലരെയും ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ഉപ്പുമാവായിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ എനിക്ക് തന്നെ തോന്നിയത് എന്തോ ഒരു അപാകത ഉണ്ടല്ലോ എന്ന്. അത് കഴിഞ്ഞാണ് ഞാനിത് ഒന്നുകൂടെ ഒന്ന് വറുത്തിട്ടൊക്കെ ഒന്ന് ഉണ്ടാക്കാൻ നോക്കിയപ്പം കറക്റ്റായിട്ട്. ഞാൻ കുറച്ചൊരു മൂടി വെക്കട്ടെ. ഇതിനകത്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിയുമ്പം ഓഫ് ചെയ്യും. നമ്മുടെ വെർമിസെല്ലി ഏകദേശം വെള്ളമൊക്കെ പറ്റി ഉപ്പുമാവ് ഏകദേശം സെറ്റായിട്ടുണ്ട്. വെള്ളം പറ്റിയിട്ട് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുവാണേ. തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. 5 മിനിറ്റ് ഇരുന്നിട്ട് ഒന്ന് നമുക്ക് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ സേമിയ ഉപ്പുമാവ് ഒന്ന് തുറന്ന് നോക്കുവാണ്. അപ്പോൾ അതെല്ലാം വെള്ളമെല്ലാം വറ്റി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റുകയാണ്.
ഇതുണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇതുണ്ടോ, നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. നമ്മളുടെ ഈ സേമിയ ഉപ്പുമാവ് ഇഷ്ടപ്പെട്ട് ഈ വീഡിയോ കാണുന്നവരെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങൾ ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്നൊന്ന് പറയുക. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ.